നമസ്കാരം. ഇന്ന് കേരളം ഓണം ആഘോഷിക്കുമ്പം ലോകമലയാളികൾ ഓണാഘോഷത്തിൻ്റെ തിമിർപ്പിലും തിരക്കലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറന്നുകൂടാത്ത ഒരാളെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ 7ാമത് മുഖ്യമന്ത്രി PKV എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനും ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു പേരായിരുന്നു. ഒരു വർഷം മാത്രമേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നുള്ളൂ എങ്കിലും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും ഒരു യാഥാസ്ഥിതിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ആൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഉച്ച നീചത്വങ്ങൾക്കെതിരെ ശക്തമായി പോരാടുകയും അത്തരമൊരു സാഹചര്യം മാറിയിട്ട് ഞാനിനി എൻ്റെ വീട്ടിലേക്ക് തിരികെ മടങ്ങൂ എന്ന് ശാഠ്യം പിടിച്ച PKVയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന PKVയുടെ മകളായ ശാരദ മോഹനാണ് എന്നോടൊപ്പം എന്നുള്ളത്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ ഇന്ന് ഈ ഓണനാളിൽ സംസാരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം മുഖ്യമന്ത്രിമാർക്ക് വലിയ സ്ഥാനവും ഒരു സ്റ്റാർഡം ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ഒരു പക്ഷേ PKVയുടെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ AK ആന്റണി രാജിവെച്ച ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന പൊസിഷനിലേക്ക് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം മുന്നിൽ മുറുകെ പിടിക്കുന്ന ആളുകൾ, ഇടതുപക്ഷ സഹയാത്രികർ അടക്കമുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ലയനത്തിന് കാരണമായിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വേണ്ടിയായിരുന്നു. അതെ, അതിനു വേണ്ടിയായിരുന്നു. ലയനമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള, അതായത് CPMന്റെയും CPIയുടെയും ഒരു ഒന്നിച്ചുള്ള ഒരു മുന്നണി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ്. ആ ഒരു കൺസെപ്റ്റിന് വേണ്ടി ഒരു പക്ഷേ രാജിവെച്ച ആദ്യത്തെ മുഖ്യമന്ത്രി അദ്ദേഹമായിരിക്കും. അങ്ങനെ രാജിവെച്ചിട്ട് വേറെ ആരുമില്ല. അത്രത്തോളം ആ പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, നാടിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകണമെന്ന് ഒരുപക്ഷെ ഒരു നവോത്ഥാന നായകൻ എന്ന് വേണമെങ്കിലും PKV നമുക്ക് ഓർക്കാം. മകൾ എങ്ങനെയാണ് അച്ഛനെ ഓർക്കുന്നത്? അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നത് ഇത്രയും നല്ലൊരു അച്ഛൻ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു സഹോദരൻ, നല്ലൊരു മനുഷ്യൻ, ജനങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടും സാധാരണക്കാരോടൊപ്പം എന്നും നിന്നുകൊണ്ടും എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ ഒരാളെ ആയിട്ടാണ് അച്ഛനെ കണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഏത് സമയവും അച്ഛനെ വന്ന് കാണാനും അച്ഛനോട് സംസാരിക്കാനും, ഇനി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാതെയുള്ള MP ആയിരുന്ന 15 വർഷത്തോളം ആദ്യം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം അച്ഛൻ MP ആയിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ നാട്ടിൽ തന്നെ ഇല്ല. ഇന്നത്തെ MPമാരെ പോലെ അല്ല അന്ന്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 6 മാസം അടുപ്പിച്ച് ചിലപ്പം പാർലമെൻറ്റ് എപ്പോഴും എത്തുന്ന ഒരാളല്ല. വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരാളായിട്ടാണ് അച്ഛൻ അന്ന് വന്നിരുന്നത്. ചെറിയ പ്രായത്തിൽ കുടുംബം, അമ്മയും ഞങ്ങളും മക്കളും, അതുപോലെ തന്നെ അമ്മയുടെ അമ്മയും എല്ലാവരും കൂടിയുള്ളൊരു കുടുംബം, അമ്മാവന്മാരും ഒരു കൂട്ടുകുടുംബം തന്നെയായിരുന്നു. അച്ഛൻ ഡൽഹിയിൽ MP ആയിട്ട് പോയി. അങ്ങനെ വന്നിരുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ സാധാരണക്കാരെയും എല്ലാവരെയും ജനങ്ങൾക്ക് വേണ്ടി ഒരു വളരെ ജനകീയനായി, വളരെ സൗമ്യനായി തന്നെ ഒരിക്കലും ദേഷ്യപ്പെട്ട് കാണാത്ത ഒരാളാണ്. കുടുംബത്തിൽ ദേഷ്യപ്പെട്ട് ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റായ ഒരു ആണ് ഒരു പുരുഷൻ എന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാണുന്ന എല്ലാ ഗുണങ്ങളും, ഒരാൾക്ക് വേണ്ട ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരിക്കലും വേറെ ദുശീലങ്ങൾ, അത് ഞാനിപ്പം എടുത്തു പറഞ്ഞ ഒരു പാക്ക് പോലും വയലിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. സിഗരറ്റില്ല, ബീഡിയില്ല, ഒന്നും ജീവിതത്തിൽ. കമ്മ്യൂണിസമായിരുന്നു, തീർച്ചയായിട്ടും സമത്വമായിരുന്നു. കമ്മ്യൂണിസം എന്ന് ഉദ്ദേശിക്കുന്നതിനെ എല്ലാവരെയും ജനങ്ങളെ ഒരേപോലെ കാണുക എന്നുള്ളതായിരുന്നു. പടിയാറ്റിൽ കേശവപിള്ളയുടെ മകൻ അദ്ദേഹം ഒരു കാലത്ത്, പക്ഷേ ആ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് 50-കൾ അല്ലേ? കാലഘട്ടം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ചെറിയ പ്രായം 40-കൾ. ഓക്കെ, 40-കളിലൊക്കെ ആ ഒരു തറവാട്ടിലെ ഒരു ഓർത്തഡോക്സ് ഹിന്ദു ഒരു ഇതാണ്, വീടാണ്, കൂട്ടുകുടുംബമാണ്. അവിടെയൊക്കെ നമുക്ക് വീട്ടില് വേലയ്ക്ക് വരുന്നവരും അല്ലെങ്കിൽ അയൽവക്കത്തുള്ള പിന്നെ താഴ്ന്ന ജാതിക്കാരൻ തന്നെ പറയാം,
അങ്ങനെയുള്ളവ സമൂഹത്തിന് ഒരുപക്ഷെ കുഴിയൊക്കെ കുത്തി ആഹാരം കൊടുക്കുന്നത് കണ്ട് വേദനിച്ചിട്ട് വീട് വിട്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വരണം. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പലയിടത്തും അവസാനവും സംസാരിച്ചത് സ്ത്രീകളെ പറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാവരെയും ഒന്നായി കാണണം. ആരോടും ആവശ്യമില്ലാതെ പുരുഷന്മാർ ഇപ്പം ഭാര്യമാരോട്, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരൻ അവരുടെ ഭാര്യയോടൊന്ന് വഴക്ക് പറഞ്ഞാൽ അച്ഛനതിന് തെറ്റ് അവരുടെ ഭാഗത്താണേലും പെൺകുട്ടികളുടെ കൂടെ നിൽക്കൂ. ആ തരത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും സമത്വം പാലിച്ചിരുന്ന ആളാണ്. അപ്പം അങ്ങനെ അദ്ദേഹം എനിക്ക് തോന്നുന്നു പിന്നെ വിദ്യാഭ്യാസം പോലും ഈ ഒരു രാഷ്ട്രീയത്തിനോട് മാറ്റിവെച്ച അതെ 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 അല്ലേ? അതെ അതെ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷന്റെ ഉന്നമനത്തിനെല്ലാം കാരണം സ്ത്രീയാണെന്ന് പറയാം. പാതി തീർച്ചയായിട്ടും വാമഭാഗമാണ്. അമ്മയെ കുറിച്ച് പറഞ്ഞാൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുണ്ടാകുക. തീർച്ചയായിട്ടും. അത് അമ്മയെ പറ്റി പറയുമ്പോൾ പലരും അന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് എഴുതുമ്പോഴും നമ്മുടെ അന്ന് ഏറ്റവും കൂടുതൽ എഴുതിയത് അന്ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു, അച്ഛൻ്റെ കൂടെ സെക്രട്ടറി ആയിരുന്ന വെളിയം ഭാർഗവൻ അന്ന് സഖാവായിരുന്നു. എല്ലാവരും എഴുതിയേക്കാളും ഏറ്റവും അവസാനം ഒരു വാക്ക് എഴുതിയത് PKVയുടെ ഭാര്യയായ ലക്ഷ്മിക്കുട്ടിയമ്മയെ മറക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ PKV ഇന്നിങ്ങനെ ആകില്ലായിരുന്നു. അല്ല, ഇങ്ങനെയൊരു ഉണ്ടാവില്ല. മക്കളെയും കുടുംബവും എല്ലാം നോക്കി ജീവിച്ച ഒരാളാണ്. ഇതിനിടയ്ക്കൊരു വളരെ മോശമായ അനുഭവം അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായത്, വിഷമമുണ്ടായ കാര്യം, ഞങ്ങൾക്കൊക്കെ മുകളിൽ ഞങ്ങൾ 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് മൂത്ത ഒരു കുട്ടി 49-ൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. 48-ലാണ് ഇവരുടെ വിവാഹം. ആ കുട്ടിയുടെ പേര് ഇന്ദിര എന്ന് പറഞ്ഞു. 1.5 വയസ്സേ ഉള്ളൂ, 2 വയസ്സോ മറ്റോ. അച്ഛൻ അന്ന് ഒളിവിലാണ്, ബോംബെയിലോ എവിടെയൊക്കെയാണ് അന്ന്. അച്ഛൻ അന്ന് 23, 24 കുട്ടി ഉണ്ടായപ്പോൾ. അതെ, 24. അപ്പോൾ അച്ഛൻ ബോംബെയിലോ എവിടെയാണ്. കുഞ്ഞുണ്ടായി എന്നറിഞ്ഞപ്പോൾ ജനലിൽ കൂടെ വന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടു. അത്രയാണ് ഒളിവില. പോലീസുകാർ വീടിന് ചുറ്റും നടക്കുന്നു. അങ്ങനെ ഇവരെ കമ്മ്യൂണിസ്റ്റുകാർ നിരോധിച്ചിരിക്കുന്ന കാലമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ വീട്ടിൽ നിന്ന് പോയി അമ്മയ്ക്ക് കത്തിട്ടു, കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞ് ആരുടെയോ കയ്യിൽ കൊടുത്തു വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇടയ്ക്ക് 1 വർഷം കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് തട്ടുംപുറത്ത്, ഞങ്ങളുടെ വീടിൻ്റെ പഴയ വീടാണ്, തട്ടിൻ മുകളിൽ ഇരുന്നപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് ശേഷം ആരും അറിയാതെ, വീട് നിറച്ച് പണിക്കാരൊക്കെ ഉണ്ട്, ആരും അറിയരുത്, കുട്ടിയെ കൊണ്ട് അച്ഛൻ കണ്ടിട്ടുണ്ട്. ഒരാഴ്ച കുട്ടിയെ ഉച്ചയ്ക്ക് മുതൽ വൈകിട്ട് വരെ കളിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. പിന്നെ അച്ഛൻ പോയി. പിന്നെ അച്ഛന് കിട്ടുന്ന ന്യൂസ് ഈ കുട്ടി പെട്ടെന്ന് മരിച്ചു പോയത്. അച്ഛനെ ഈ കുട്ടിയെ 1 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ബോംബെയിലായിരുന്നു അന്ന്. അച്യുത മേനോനാണ് കത്തിട്ടതെന്ന് പറയുന്നുണ്ട്. അത് അച്ഛൻ്റെ മനസ്സിലെ ഒരിക്കലും പോകാത്തൊരു ദുഃഖം. പക്ഷേ കുടുംബത്തിൽ അമ്മയ്ക്ക് ഒന്നും സപ്പോർട്ടായിട്ട് ചെല്ലാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ളൊരു വിഷമം ഉണ്ടായി. ഇന്നൊക്കെ നമ്മൾ മക്കളെ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നത്, എല്ലാം കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ ഒരു ഇതായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ജീവിതമായിരുന്നു, ആദർശം. ശരിക്കും അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അദ്ദേഹത്തിന്റെ രൂഢമൂലമായിട്ടുള്ള നേതാവാക്കാൻ ത്യാഗങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ്. അതെ. പിന്നെ അമ്മ ചെറിയ പ്രായം മുതലേ കണ്ടത്, അമ്മാവൻ PG ആണ്, P. ഗോവിന്ദപിള്ള. അമ്മാവനും അമ്മയ്ക്ക് പഠിക്കാൻ കൊടുത്തതും പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിസമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ മുത്തച്ഛൻ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഇനിയെങ്കിലും നന്നാകുമെന്ന് വിചാരിച്ചായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ വിചാരിച്ചത് വീട്ടിലുണ്ടാകും, അമ്മയുടെ അച്ഛനും അങ്ങനെ തന്നെ ഒരു വക്കീലാകും എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു, ജയിലിലുമായി. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടി വന്നു. 3 പ്രാവശ്യം MP ആയിട്ട് 77-ൽ ആലപ്പുഴയിൽ നിന്ന് അസംബ്ലിയിൽ മത്സരിച്ചു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തുടർ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ MLA-മാരും. പക്ഷെ അച്ഛനെ സംബന്ധിച്ച്, PKVയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം വിവിധ മേഖലകളിലാണ് നിന്നത്. പക്ഷെ അവിടെ എല്ലാം വിജയിക്കുകയും ചെയ്തു. അതെ അതെ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ശരിക്കും ഈ അധികാരം മോഹമില്ലാത്തൊരു വ്യക്തി കൂടെ ഒരിക്കലും ഇല്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ തേടി ഈ അധികാരങ്ങളൊക്കെ വന്നത്. തേടി വന്നതാണ്. അച്ഛനെപ്പോഴും പറയും, ഒരിക്കലും അതിൻ്റെ പുറകെ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്ന എല്ലാം 14 വർഷത്തോളം സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടിയുടെ. ഇപ്പോൾ ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ ലോക്കൽ, ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഓരോ സ്ഥാനം കിട്ടാൻ വേണ്ടി പലരും താല്പര്യമുള്ളവരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇന്നും ഇതിന്റെ വടംവലികൾ നടക്കുന്നു. പക്ഷേ
ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമൊക്കെ നല്ലതാണെങ്കിലും ഈ സമന്വയം ഉണ്ടായെങ്കിലും CPM-ലും CPI-ലും ഉള്ള നേതാക്കന്മാരെ നമ്മളിങ്ങനെ വീക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ഈ പ്രായത്തിൽ. അപ്പം പലപ്പോഴും നമുക്ക് തോന്നിയ ഒരു കാര്യം, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള CPI-ക്കാർ ഒരു ഗാന്ധിയൻ ചിന്താഗതിക്കാരാണ് അല്ലേ? അതെ 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 അവരുടെ മുഖത്തും അവരുടെ ചലനങ്ങളിലും അവരുടെ ഇടപെടലുകളിലും ഭാഷയിലും അത് പ്രകടനം. അതെ 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 അങ്ങനെയായിരുന്നു അച്ഛനും. തീർച്ചയായിട്ടും അതായിരുന്നു. അത് തുടക്കം മുതലേ ഈ കേരളത്തിൽ EMSൻ്റെ മന്ത്രിസഭ വരുന്നത് എം എൻ ഗോവിന്ദൻ നായർ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലമാണ്. 57 ആദ്യത്തെ മന്ത്രിസഭ ഇടതുപക്ഷം വന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് എം എൻ ഗോവിന്ദൻ നായർ, പിന്നെ ഈ പറഞ്ഞ പോലെ നേതാക്കളെ പറ്റി പറഞ്ഞാൽ പറയാനേ ഉള്ളൂ. അച്യുതമേനോനുണ്ട്, NE ബൽറാമുണ്ട്, PS ശ്രീനിവാസൻ, PK ശ്രീനിവാസൻ, ഇങ്ങനെ എല്ലാവരും എടുത്ത് എല്ലാവരുടെയും അച്ഛൻ്റെ ഒരു റോൾ മോഡൽ ആരായിരുന്നു? അച്ഛൻ്റെ നേതാവെന്ന് പറയത്തക്ക അച്ഛന് നേതാക്കൾ എന്ന് പറയുന്നത് P കൃഷ്ണപിള്ളയ്ക്കാണ് ഇവരുടെ തുടക്കമായിട്ട് ഉള്ളത്. പിന്നെ ഈ MN ഒക്കെ അച്ഛൻ്റെ സീനിയറാണ്, എം എൻ ഗോവിന്ദൻ നായർ. എം എൻ ഗോവിന്ദൻ നായരുടെ സഹോദരിയുടെ മോളാണ് PG കല്യാണം കഴിച്ചത്. അങ്ങനെ ഉണ്ട് അമ്മ. അങ്ങനെ എല്ലാവരും കുടുംബത്തിൽ തന്നെ നമ്മൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛനെ ഇടുന്നത് പിന്നെ പലയിടത്തും പാർലമെന്റേറിയനായിട്ട് വരുന്ന സമയത്ത് ഒരു പക്ഷേ പിന്നെ ഈ ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്തില്ലായിരുന്നു അന്ന് സ്പീക്കറാകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശങ്കർ ലക്ഷ്മണ എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഇടത് പ്രതിപക്ഷത്തല്ലായിരുന്നെങ്കിൽ PKVയെ സ്പീക്കറാക്കാമായിരുന്നു. ആത്മീയായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മണിക്കൂറുകളോളം. പിന്നെ വലിയൊരു സദസ്സ് വേണമെന്നൊന്നും നിർബന്ധമില്ല. എവിടെയാണെങ്കിലും വിളിച്ചാൽ പറയാനുള്ള ചെറിയ മീറ്റിങ്ങുകളാണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ആകുന്ന സമയവും പോകുമെന്നാണ് കേട്ടേക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇളയ മകളുടെ എൻഗേജ്മെന്റ് നടക്കുന്നത്. എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെന്റ് നടക്കുന്നത്. അതെ, അത് അച്ഛൻ്റെ വരുന്നത്. അത് 79 ആണ്. 79 ഫെബ്രുവരിയിലൊക്കെയാണ് ഈ കല്യാണം ഒക്കെ തീരുമാനമാകുന്നത്. ഡോക്ടർ ഗംഗാധരൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അപ്പോൾ കല്യാണമൊക്കെ തീരുമാനിച്ച് തിരുവനന്തപുരത്ത് പൊയ്ജിക്ക് പഠിക്കുകയാണ് അദ്ദേഹം. കല്യാണ നിശ്ചയവും ഇവിടെ പെണ്ണ് ഒക്കെ ഈ വീട്ടിലായിരുന്നു, റോസ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അമ്മയും അവിടെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്താണ്. അമ്മ അച്ഛൻ്റെ കൂടെ താമസിച്ചേക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടം. അല്ലെങ്കിൽ വേറെ വേറെ, അച്ഛൻ ഡൽഹിയിലും അമ്മ പുല്ലുവഴിയിലും ഒക്കെ. അപ്പോൾ അങ്ങനെ അവിടെ താമസിച്ചിരുന്നപ്പോഴാണ് അവിടെ പെണ്ണുകാണലും ബാക്കിയൊക്കെ നടന്നത്. പക്ഷേ ഒക്ടോബറിൽ കല്യാണം തീരുമാനിച്ചപ്പം ഒക്ടോബർ 8-നാണ് രാജിവെക്കുന്നത്. 21-ാം തീയതി കല്യാണമായിരുന്നു. പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. പാർട്ടിയുടെ ഒരു ഒന്നുമില്ല. പാർട്ടി തീരുമാനിച്ചു കമ്മിറ്റിയിൽ, പിന്നെ ഇനി അതിന് മാറ്റമില്ല. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അച്ഛനെ പോലൊരു നേതാവിനെ നമുക്ക് കണ്ടിട്ടുണ്ടോ? എളുപ്പം അതുപോലെ പോകുന്ന ആദർശമൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതുപോലെ പറ്റില്ലായിരിക്കും ഇപ്പം. എനിക്ക് പോലും 22 വയസ്സ് വിവാഹം കഴിച്ചു. വളരെ ചെറുപ്പമാണ്. ഈ പറയുന്ന പിതാവിന്റെ അച്ഛന്റെ നിർബന്ധം ചിലപ്പോൾ മോനെ ഈ പറയുന്ന ഒരു വക്കീലാക്കാൻ ഉള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പോകുന്നു, പിന്നീട് ഒളിവിലൊക്കെ ആകുന്നു, പിന്നെ ജയിലിലൊക്കെ ആകുന്നു. ആ ഒരു കാലഘട്ടത്തിന് അതിജീവിക്കാൻ വേണ്ടിയാണ് അച്ഛൻ പിടിച്ച് പെട്ടെന്ന് മകനെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 5 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒളിവിൽ പോയി. പിന്നെ അത് ജീവിതം ശരിക്കും ആസ്വദിച്ചിട്ടില്ല അദ്ദേഹം. ഒരിക്കലും ഉണ്ടായില്ല. അച്ഛൻ എപ്പോഴും പറയും, അമ്മ അത് വലിയൊരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. മൂത്ത എൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം മാർച്ചിൽ മരിച്ചുപോയി, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. ചേട്ടൻ ഉണ്ടാകുന്നത് അച്ഛൻ ജയിലിൽ കിടക്കുമ്പോഴാണ്. അന്ന് സമ്പത്തിൻ്റെ അച്ഛൻ, എന്നെ അനിരുദ്ധൻ, ഇവരെ കൂടെ ഒരുമിച്ച് ജയിലിലാണ് തിരുവനന്തപുരത്ത്. അന്നത്തെ പോലീസുകാർ അന്ന് ജയിലിൽ കിടക്കുമ്പം അന്ന് അമ്മാവനാണ് PG പോയിട്ടാണ് പറയുന്നത്, മൂത്ത മകനുണ്ടായിട്ടുണ്ട് കാണണം. അപ്പം അന്ന് പോലീസുകാർക്ക് എന്തോ ദയ തോന്നി സത്യത്തിൽ. അവരുടെ മകനെ കാണണമെങ്കിൽ പൊക്കോളം പറഞ്ഞു അന്ന് വിടുവാണ് ചെയ്തത്. പിന്നെ അച്ഛൻ പറഞ്ഞു കേട്ടേക്കുന്ന പല ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നുണ്ടായില്ല. പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചാൽ പറഞ്ഞും എഴുതിയും കണ്ടേക്കുന്നത്. കുറേ മർദ്ദനം ഏറ്റാലും വേണ്ടില്ല, പക്ഷെ അവരുടെ വായിന്ന് വർത്താനം വളരെ ഇവരെ എല്ലാം ഊരി 2 മാത്രം ഇടിച്ച് നടത്തുമൊക്കെ ആണല്ലോ അന്ന്. അതൊക്കെയാണ് സഹിക്കാൻ വയ്യാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ മർദ്ദനം വന്നിട്ടില്ല. വേറെ പലരും ഒത്തിരി പീഡനം സഹിച്ച് എല്ലാവർക്കും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളും. അച്ഛന് ഡയബറ്റിക് ആയിരുന്നു. ഒരുപക്ഷെ അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങൾ, ഒളിവിൽ പോക്ക്, പിന്നീട് ജയിലിലാകുക,
ആ കാലഘട്ടത്തിലൊക്കെ തിരിച്ചറിവായ മകളായതിനു ശേഷം അല്ല ഇല്ല അതിന് മുമ്പായിരുന്നു? അതിനു മുമ്പാണ്. ഞാനൊക്കെ ജനിക്കുമ്പോൾ അച്ഛൻ MBA 2 വർഷമോടെ കഴിഞ്ഞപ്പോൾ MBA ആയി, സേഫ് സോണിലേക്ക് എത്തി. ആ പാർട്ടിയുടെ നിരോധനമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു. പക്ഷേ അമ്മാവൻ ജയിലിലായിരുന്നു, മറ്റേ PG. അതൊക്കെ നമ്മൾ പോലീസുകാർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ഓർക്കുന്നുണ്ട്. അതെ അതെ. ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അച്ഛൻ്റെ പിന്നെ ഒരു ചൂടുവെപ്പുകൾക്കുള്ള തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അതെ. അച്ഛൻ മരിക്കുന്നവരെ ഞാൻ അത്ര ആക്റ്റീവാണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഒരു 75 എൻ്റെ മാരേജ് കഴിഞ്ഞു. ഞാൻ ഡിഗ്രി തിരുവനന്തപുരത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അപ്പോഴേ കല്യാണം കഴിച്ചിട്ട് ബാംഗ്ലൂർക്ക് പോവുമായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഹസ്ബൻഡിന് ബിസിനസ്സായിരുന്നു. അത് കഴിഞ്ഞ് 2007 അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നത്. പക്ഷേ 2000 ഞാൻ എന്നോ നാട്ടിൽ വന്നപ്പം എന്തുകൊണ്ടോയെന്ന് എനിക്കറിയില്ല, അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പാർട്ടിയിലൊരു അംഗമാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ബാംഗ്ലൂരാണല്ലോ, നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ അവിടെ അംഗമായിക്കോളൂ, ഇവിടെ വേണ്ടല്ലോ ബാംഗ്ലൂർ. എനിക്കങ്ങനെ തോന്നിയതാണ്. ഞാൻ ബാംഗ്ലൂർ പോയി അവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ നമ്പരൊക്കെ അച്ഛൻ തന്നു. അങ്ങനെ ഞാൻ പാർട്ടിയിൽ അംഗമാകുമായിരുന്നു. പിന്നെ 2007 അച്ഛൻ മരിച്ച്, 5 മരിച്ചു. അമ്മ ഒറ്റയ്ക്കായി. തറവാട് എനിക്ക് തന്നെയാണ് വെച്ചത്. നാട്ടിലേക്ക് ഞാൻ പോരുകയാണ്. ഞാനൊരു അധ്യാപികയായി വർക്ക് ചെയ്യുമായിരുന്നു ബാംഗ്ലൂർ. 10-20 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. B.Ed. MA ഒക്കെ അവിടെ പോയി എടുത്തു കല്യാണം. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള സഖാക്കൾ പറഞ്ഞു, ബാംഗ്ലൂർ മെമ്പറാണ്, അപ്പം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഞാനങ്ങനെ ഇവിടുത്തെ ബ്രാഞ്ച് ലോക്കൽ ആ തലത്തിൽ തന്നെ മേളിലേക്ക് ഇപ്പം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഈ ശരിക്കും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ, ഇപ്പം നമ്മളിത് ഓണക്കാലമാണ്. ആ ഒരു ഓണക്കാലത്തിൽ ഓണം എന്നൊക്കെ പറയുമ്പം പ്രത്യേകിച്ച് ഹിന്ദു നായർ തറവാട്ടിലേക്ക് വളരെ ഉത്സവവും ആഘോഷത്തിമിർപ്പും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ സമയങ്ങളാണ്. അച്ഛനുള്ള ഓണം ഉണ്ടായിരുന്നു? അച്ഛനുള്ളപ്പോൾ ഉള്ള ഓണം ചിലപ്പോഴൊക്കെ ഉണ്ട്. എപ്പോഴും അച്ഛന് എത്താൻ പറ്റുന്ന അവസരമല്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അച്ഛൻ വരുന്ന സമയം ഓണത്തിൻ്റെ സമയമാണെങ്കിൽ അച്ഛനത് അകലെ ഇരുന്ന് ഞങ്ങൾ പൂടുന്നതും ഒക്കെ ആസ്വദിക്കുന്ന ഒരാൾ കൂടെയുണ്ട്. പക്ഷേ കൊച്ചുമക്കളായപ്പം അച്ഛനും കൂടെ നിന്ന് തന്നെ കുറച്ചും കൂടെ ഫ്രീ ആയല്ലോ സ്റ്റേറ്റ് സെക്രട്ടറി. ആ സമയം കേരളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പം അവരുടെ കൂടെ നിന്ന് നോക്കാനും കൂടെ നിൽക്കാനും ഒക്കെ അനിയന്മാരുടെ മക്കളും. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഓണം അങ്ങനെ വന്നിട്ടില്ല. അവിടെ ഓണത്തിന് പോലും അവധിയില്ല. അതുപോലെയാണ്. അപ്പം പാർട്ടി പലപ്പോഴും BKV തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം, ഒരു പക്ഷേ ചിറകിനേറ്റ മുറിവെന്ന് വേണേൽ പറയാം, ഒരു അല്ലേ ബൈപ്പാസ് അല്ല, അച്ഛന് ഹാർട്ട് സർജറി ചെയ്തല്ലോ. അപ്പോൾ അച്ഛനെ ഹെൽത്ത് അല്ലേ തന്നെ അച്ഛൻ തന്നെ പറഞ്ഞായിരുന്നു, അടുപ്പിച്ചിങ്ങനെ വേണ്ട, മറ്റുള്ളവർക്കും അവസരം കൊടുക്കണം. അപ്പോൾ 3-4 ടേമായിട്ട് 84 മുതൽ സെക്രട്ടറി ആയിരിക്കുവാണ്. 98 വരെയായി, 14 വർഷം. 15 വർഷം എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യമായി എന്ന് പറയാം. അത് ഇനി വേണ്ടാന്നുള്ളൊരു തീരുമാനം പാർട്ടി തന്നെ എടുത്തത് ആ കാലത്താണെന്ന് എൻ്റെ ഓർമ്മ. അച്ഛന് ഇവരെ കൂടെ അല്ല, അപ്പം തന്നെ അച്ഛൻ തന്നെ പറഞ്ഞു അങ്ങനെ വേണം. സജഷൻ തീർച്ചയായിട്ടും. അതെ. പിന്നെ ജനയുഗത്തിൻ്റെ എഡിറ്ററായിരുന്നു, നവയുഗത്തിൻ്റെ മരിക്കുന്നവരെ എഡിറ്റർ, പിന്നെ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. മാധ്യമപ്രവർത്തനം കൂടി ആയതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ പിന്നെ ഏറ്റവും എടുത്ത നിലപാടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അന്നത്തെ ഒരു വർഷം അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറഞ്ഞ് അതൊരു അഭിമാനത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ കാര്യമാണ്. പോലീസുകാർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായത് അച്ഛനുള്ളപ്പോഴാണ്. പോലീസ് അവർക്കൊരു സാംസ്കാരിക, അന്ന് ആരും അതിനോട് എനിക്ക് തോന്നുന്ന അത്ര ആവശ്യമുണ്ടോ? ഇപ്പോൾ പോലീസിനൊരു അസോസിയേഷൻ ഉണ്ട്, സാംസ്കാരിക, അവരുടെ പരിപാടികൾ ഉണ്ട്. അത് തുടങ്ങിയത് ആ കാലത്താന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് കേട്ടിട്ടുണ്ട്. AIYF ഫൗണ്ടർ പ്രസിഡന്റ് തുടക്കം മുതലേ. സ്റ്റുഡൻറ്റ് 16-17 വയസ്സ് മുതൽ അച്ഛൻ ഇതിലുണ്ടല്ലോ. അപ്പം അങ്ങനെ തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞത് അച്ഛൻ എപ്പോഴും വളരെ സന്തോഷത്തോടെ പറയുന്ന കാര്യം, എപ്പോഴും മന്ത്രിയുടെ ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ പൂജപ്പുരം തിരുവനന്തപുരത്ത് മന്ത്രിയായിരിക്കുമ്പോൾ അന്നൊരു വലിയ പ്രശ്നം ഉണ്ടായി. പോലീസുകാർ ഇടപെട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതല്ലേ അപകടത്തിലേക്ക് വരും, അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലേക്ക് പോകും പോലീസുകാർ ഇടപെട്ടില്ലെങ്കിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ അതിൻ്റെ ഏറ്റവും മേളിലിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു എന്ന്, സാറ് നിങ്ങളൊന്ന് ഓർഡർ ഇട്ടിട്ട് നമ്മൾ ചെയ്യാം, അല്ലാതെ ഞങ്ങൾ പോയി നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്ന്. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഞാൻ ഓർഡർ ഇടുമ്പോഴത്തേക്ക് അവിടെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തോളൂ, അത് വേണ്ട പോലെ ഞാൻ ചെയ്തോളാം, എന്നിട്ട് ഒരു രക്തച്ചൊരിച്ചിൽ പോലും അവിടെ ഉണ്ടാവരുത് എന്നും പറഞ്ഞു. അപ്പോൾ അതുപോലെ പൂജപ്പുര കണ്ടാന്ന് തോന്നുന്നു, അത് നടന്നു. അങ്ങനെ അത് എന്നാന്ന് വെച്ചാൽ ഈ ഉത്തരവുകൾക്കാണല്ലോ താമസം വരുന്നത്, അതിന് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓർഡർ ഇട്ടില്ലെങ്കിൽ പോലും സമയോചിതമായിട്ട് കാര്യങ്ങൾ നടത്തണം. അങ്ങനെ ഉത്തരവ് കൊടുത്തു, അത് വളരെ സക്സസ് ആയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത്. തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, അച്ഛന്റെ ആ യാത്രയും അച്ഛന്റെ രീതികളും അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്താണ് ആഗ്രഹം? ഇപ്പം സ്ത്രീയാണ്, ഇപ്പം സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ സമത്വം ഇതൊക്കെയാണോ? നമുക്കും അത് തന്നെയാണ് ആഗ്രഹം. നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഈയിടെ, അത് ഞാൻ പറയാൻ വരികയായിരുന്നു, ഞാനും സാംസ്കാരിക സംഘടനയായ ഒരു യുവകലാസാഹിതിയുണ്ട് പാർട്ടിയുടെ, എൻ്റെ ആലങ്കോടാണ് അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ഉണ്ട്, ഒക്കെ മുരളീകൃഷ്ണൻ. ഞാൻ അതിൻ്റെ വനിതാവിഭാഗം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഒരു 2012 അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ആക്റ്റീവായി എല്ലാ ജില്ലകളും എനിക്കൊരു പരിചയം ആയി വന്നത്, നാട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലാണെങ്കിലും എല്ലായിടത്തും അച്ഛനും ഞങ്ങളെ കൊച്ചിലെ പഠിപ്പിച്ചതും ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, തിരിച്ച് ഇങ്ങോട്ടും വേണം, ഒരേപോലെ മക്കളെ പെൺമക്കളെ. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, അത് ഞാൻ വേറൊരാൾ പറഞ്ഞു കേട്ടതാണ്, അച്ഛൻ MP ആയിട്ട് അവസാനത്തെ പ്രസംഗമാണെന്ന് പറഞ്ഞു, ഈരാറ്റുപേറ്റ് എവിടെ പോയിട്ട് ഒരു പ്രസംഗം അച്ഛൻ്റെ ലാസ്റ്റ്. ആ പ്രസംഗത്തിൽ പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം ചിന്തിക്കാനൊരു കാര്യം ഞാൻ ഇട്ട് തരികയാണ്. അച്ഛന് പിന്നെ വയ്യാതെയായി, പിന്നെ അച്ഛൻ ജനുവരി ആണെന്ന് എൻ്റെ ഓർമ്മ, മരിച്ച ജൂലൈയിലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, അല്ല, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭാര്യയാണ്, അമ്മയാണ്, സഹോദരിയാണ്, അല്ലെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ, അവർക്ക് കൊടുക്കേണ്ടത് ഏത് തരത്തിൽ അവരോട് പെരുമാറണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാണ് തീർത്തു പോയെന്ന് പറയുന്നുണ്ട്. ആ തരത്തിൽ ചിന്തിക്കുന്ന നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളും വിചാരിച്ചിരിക്കുന്നത്. ഈയിടെ നമ്മൾ കാണുന്ന ഈ ഷാർജയിലുണ്ടായതും ഫെബ്രുവരി മുതൽ ഇപ്പോൾ വരെ, ഇന്ന് വരെ ഒരു 8 or 9 എത്രയോ പേരാണ് ഗാർഹിക പീഡനത്തിൽ പെട്ടുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നതും, കുട്ടികളെ ഒത്തിരി അന്ധവിശ്വാസങ്ങളും അതുമൊക്കെ. ഇതിനൊക്കെ എതിരായിട്ട്, ഇതൊക്കെ ഇങ്ങനെ നടക്കാതിരിക്കാൻ ഒരു ജനജാഗ്രത സമിതി വനിതകളുടെ ഇപ്പോൾ തിരുവനന്തപുരത്തായി, അത് എറണാകുളത്ത് ഇപ്പോൾ രൂപീകരിച്ചു. ഞാനും അതിനകത്തൊരു കമ്മിറ്റി അംഗമായിട്ടുണ്ട്. എന്താ പറയുന്നത്, കുടുംബങ്ങളുടെ പേരിന് ദോഷം വരും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് കുട്ടികൾ ഇത് പറയാതിരിക്കുന്നത്, അല്ലേ? പക്ഷേ അറിഞ്ഞാൽ പോലും മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ ഡൈവോഴ്സ് സമൂഹത്തിൽ നമുക്ക് ഏൽപ്പിക്കുന്ന ഒരു മാനസിക ക്ഷതം, ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ആ കുഞ്ഞിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വീട്ടിൽ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു സംഘടനയാണെന്ന് വരണം. തീർച്ചയായിട്ടും അതിനുള്ള സഹായം, അതിനൊരു സമിതിയെല്ലാം വേണമെന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ തിരുവനന്തപുരത്ത് എല്ലാവരും കൂടെയാണ് കുറച്ച് പേരുണ്ടാക്കി. അതിപ്പോൾ എറണാകുളത്തും ഞങ്ങളൊരു കമ്മിറ്റി കഴിഞ്ഞ ദിവസം, ഔപചാരികമായിട്ടായില്ല, ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ സിനാരിയോയില് ഒരു ഘടക അല്ലെങ്കിൽ ഒരു കക്ഷിയിൽ തന്നെ നിൽക്കുന്നവർ തന്നെ എതിരഭിപ്രായമുള്ളൊരു കാലഘട്ടം. ഒരാളും ഒരു നേതാവിനെയോ അല്ലെങ്കിൽ മറ്റൊരു അനുയായിയെയോ നല്ലതാണെന്ന് പറയാനോ പ്രൊമോട്ട് ചെയ്യാനോ തയ്യാറായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാണുന്നില്ല. നമുക്ക് അവസരം കിട്ടില്ല അടുത്തതിലേക്ക് ചാടി പോകുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അച്ഛനെ സംബന്ധിച്ച്, PKVയെ സംബന്ധിച്ചിട്ട് ഇന്ന് വരെ, മരിക്കുന്ന കാലം വരെയും അദ്ദേഹം ആ പ്രത്യയശാസ്ത്രത്തിന് ഉറച്ചു വന്നു. CPI CPM ലയനം ഉണ്ടായ സമയത്ത് കുറെ പേര്, 19 പേരോളം വന്ന CPI 32 പേരോളം അല്ലേ പോയ കൂട്ടത്തിലും അച്ഛനുണ്ടായില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികളിലായാലും ഏത് സ്ഥാപനങ്ങളിലായാലും കൂടുതൽ എന്താണ് പറയുന്നത്, ആക്റ്റീവായിട്ടുള്ള ഒരാളെ ആർക്കും വേണ്ട. പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറല്ല. അതെ, വിഗ്രഹങ്ങളെക്കാളും വലിയ ശാന്തി വേണ്ട എന്ന് പറഞ്ഞതുപോലെ അത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപക്ഷെ ക്രൂശിൽ മരണം ഉണ്ടാകാറുണ്ട്. PKVയുടെ കാലഘട്ടത്തിലും ചിന്തിക്കുകയാണെങ്കിൽ 23-24 വയസ്സിനുള്ളിൽ തന്നെ 30ാമത്തെ വയസ്സിൽ ലോക്സഭയിൽ MP ആയിരുന്ന ആളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്പാൻ, കരിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് ചേഞ്ച് ചെയ്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ എന്റെ ഒരു സംശയം കേട്ടോ, ഞാൻ ആ കാലഘട്ടത്തിൽ ജനിച്ചിട്ടേ ഉണ്ടാകും. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വർഷക്കാലം മാത്രം ഇത്രയും നൈർമല്യമുള്ള പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള സാമൂഹിക സമത്വം വേണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് ആ ഒരു ഒറ്റ വർഷമേ ഇരിക്കുവാൻ സാധിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു തടയിടാൻ വേണ്ടിയായിരുന്നോ ഇന്ന് ഈ ലയനം ഉണ്ടായിരുന്നു സംശയിക്കേണ്ടി വരും. പക്ഷെ അതവിടെ നിൽക്കട്ടെ, ആരെങ്കിലും അദ്ദേഹത്തെ പുറകിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല ഇല്ല. അച്ഛനാണേലും പിന്നെ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഇല്ല, ഒട്ടുമില്ല രാഷ്ട്രീയം ഇല്ല. പിന്നെ അച്ഛന് ആകെ ഉണ്ടായിരുന്ന ഒരു ഹോബി പറയാം, ചീട്ടുകളിയായിരുന്നു. 56 കളി, പൈസ വെച്ചുള്ള കളിയല്ല. അത് പുല്ലുവഴിയിൽ വരുമ്പോൾ നാട്ടുകാർ വരും. പുല്ലുവഴിക്കും അദ്ദേഹത്തിന്റെ പാത ബന്ധുന്നത് വലിയൊരു ക്വാളിറ്റി ഉണ്ട്, ഹർത്താലില്ലാത്ത നാട്. അതെ അതെ അതെ. അതിന് കാരണം എന്താണ്? അത് അവിടെയുള്ള അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരുടെ നാടായതുകൊണ്ടാണ്. പക്ഷെ അത് അങ്ങ് അംഗീകരിച്ച് വന്നിട്ടുണ്ട്. ആരും അത് അടപ്പിക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും അപൂർവം ചില അവസരങ്ങളിൽ അപൂർവമേ ഇതുപോലെ അച്ഛൻ മരിച്ച സമയം ഒരു ഉച്ച മുതൽ വൈകിട്ട്, അത് അന്ന് തിരക്കിൻ്റെ ഇടയ്ക്ക് അവരടച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കസിൻ മരിച്ചപ്പോൾ പെട്ടെന്നൊരു മരണം, അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ അടച്ചിട്ട് ഭാഗമായിട്ട് ദുഃഖാചരണത്തിൻ്റെ അതാണ്. ഇപ്പം നാളെ കഴിഞ്ഞ ബന്ധമുണ്ടാകുമ്പോഴും പുല്ലുവഴിയിൽ അടയ്ക്കും. ഏത് രാഷ്ട്രീയക്കാർ ആഹ്വാനം ചെയ്താലും അവിടെ അതൊക്കെ നമ്മുടെ കേരളത്തിലെ മറ്റ് സ്ഥലവാസികൾ അത് അനുകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു വലിയ നവോത്ഥാന നായകന്റെ മകളാണ് എന്നുള്ളതിൽ ആ ഒരു അവരുടെ മകളാവാൻ ആയി ജനിച്ചത് ഒരു അഭിമാനം തന്നെയാണ്. തീർച്ചയായിട്ടും അനുഗ്രഹവുമാണ്. നമുക്കും രാഷ്ട്രീയ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേ ചിന്താഗതിയും ഈ 100% കരങ്ങൾ ശുദ്ധമാണെന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും നമുക്കും അത് തന്നെയാണ് രാഷ്ട്രീയത്തിന് വേണ്ടത്. അല്ലേ? ഇന്ന് ഇങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പ് കുറവാണ്. അതെ, എന്നാലും നന്മയാണ്. തീർച്ചയായിട്ടും നമുക്ക് നന്മ എവിടെയും വിജയിക്കും. കാരണം അതിന്റെ വലിയ ഉദാഹരണമാണ് മലനാട് ടി വി. ഇന്ത്യയിലെ ആദ്യത്തെ നോൺ ബയാസ്ഡ് മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാർട്ടി ഇതിനകത്തില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ശബ്ദമായിട്ട് പ്രവർത്തിച്ചില്ല. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടാണ് ഇന്നുവരെ നിലകൊണ്ടിട്ടുള്ളത്. 15 വർഷം കഴിയുന്നു. 15ാമത്തെ വർഷമാണ് ഒരു കേരളത്തിന്റെ 7ാമത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. എനിക്ക് വളരെ സന്തോഷം. എന്തായാലും കേരളത്തിന്റെ ഈ നവോത്ഥാനം നമ്മൾ കരുതുന്നു, കേരളം ഇനിയും ഒരുപാട് നവോത്ഥാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷെ എന്നാലും ഒരു കാലത്ത് നടന്നിരുന്നു അല്ലേ? ഒക്കെ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭയങ്കര കണിശമായ ഇടപെടലുകളായിരുന്നു. അതിലിന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ലെജൻഡ്. അതിൽ ആരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇന്ന് ജീവിച്ചിരിക്കുന്ന അച്ഛനിപ്പോൾ ഇത് ശതാബ്ദി വർഷമാണ്. അച്ഛനിപ്പോൾ ഉണ്ടെങ്കിൽ 100 വർഷത്തിൻ്റെയാണ്. അമ്മാവനും അച്ഛനും ഒക്കെ അതെ. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ TV തോമസ് ഉണ്ട്, അങ്ങനെയുള്ള AKG, EMS, ഇവരുടെയൊക്കെ മക്കൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇപ്പോഴും NE ബൽറാം എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെ നമുക്ക് എടുത്തു പറയാനായിട്ട് വളരെ റെയറാണ്. നരവംശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കണം. അല്ല, ഈ പറഞ്ഞ ഞാനും പറയാമല്ലോ, ഞാനും ഇപ്പം അച്ഛൻ ജീവിച്ച പോലെ ബസ്സിന് സ്ഥിരം യാത്ര ചെയ്ത് അച്ഛൻ മുഖ്യമന്ത്രിയായി രാജിവെച്ച് ബസ്സിലാണ് പോകുന്നത്. അതൊരു ന്യൂസുണ്ട്, എപ്പോഴും പേപ്പറിൽ വരുന്നതാണ്. ബസ് മുഖ്യമന്ത്രി രാജിവെച്ച് ബസ്സിൽ കയറി പോകുന്ന ഒരാൾ PKB ആണ്. പുല്ലുവഴി ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നു. ആ ഒരു അദ്ദേഹം ജീവിതം കൊണ്ട് എഴുതി കാണിച്ചൊരു വലിയ ചരിത്രമുണ്ട്. തീർച്ചയായും ജീവിതം തന്നെയാണ്. ഇന്നുവരെ പറഞ്ഞു തന്നിട്ടില്ല, ഇന്ന് ചെയ്യണം, അങ്ങനെ വേണം, കണ്ട് പഠിച്ച് ഞങ്ങൾ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞ പോലെ വളരെയേറെ ജീവിതത്തിൽ എഴുതി ചേർത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വലിയ മഹാനായിരുന്നു PKB. കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകർക്കും റോൾ മോഡലാകുന്ന PKBയുടെ ജീവചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാനുള്ളത് അതിലേറെ നിങ്ങൾക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ശ്രദ്ധേയമായ വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. മലനാട് ടിവിയുടെ കേരള നവോത്ഥാന മാധ്യമയാത്ര സീസൺ 2. നമ്മുടെ മലനാട് TV പെരുമ്പാവൂരിലേക്ക് വരികയാണ്. ജനനായകമെന്നുള്ള പരിപാടിയിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തതിന് മലനാട് ടെലിവിഷൻ ചാനലിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. മലനാട് ടെലിവിഷൻ്റെ ഈ പ്രോഗ്രാം ഗുണകരമായിരിക്കും. മലനാട് ടിവിയുടെ ജനനായകൻ എന്ന പരിപാടി എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ഈ പരിപാടി നടക്കുന്നെന്നറിഞ്ഞൊരു സന്തോഷം. മലനാട് ടിവിയുടെ ജനനായകർ എന്ന പരിപാടി വളരെ വിജയകരമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ വിഷാംശം പരിശോധിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ നാടിന്റെ നായകർ ജനനായകർ ഒന്നിക്കുന്നു, അതും അത്യുഗ്രൻ ഉത്സവത്തിലൂടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ എന്ന സ്ഥലത്താണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ. ജനനായകർ എന്ന പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. 140 ജനപ്രിയ MLA-മാർ. നവീനങ്ങളായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ്
മലനാട് ടി വി നിൽക്കുന്നത്. അതുതന്നെ മലനാട് ടി വിയെ വേറിട്ട ഒരു വാർത്താ ചാനലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ഒരു പുതിയ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ മലനാട് ടി വി അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുണ്ടാവില്ലേ നമ്മുടെ നാടിന്റെ വികസനം ഇനി നമ്മളിലൂടെ? കാരണം നിങ്ങളാണ് ജനനായകർ. You are watching India's first NGO television, Malanadu TV, India. മടങ്ങി വരാം. നമ്മളോടൊപ്പം ഇന്ന് ഈ ഹോട്ട് സീറ്റിലുള്ളത് കേരളത്തിൻ്റെ 7ാമത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പടയാത്ത് കേശവൻ പിള്ള മകൻ വാസുദേവൻ നായർ എന്ന PKVയുടെ പ്രിയ മകളായിട്ടുള്ള ശാരദാ മോഹനാണ്. നമസ്കാരം. PKVയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മുടെ ഓർമ്മ നാളുകളെ ഇന്ന് സന്തോഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓണനാളിൽ മഹത്തരമാക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചക തുല്യരാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ സ്വന്തം കുടുംബത്തിൻ്റെ സന്തോഷമാകുന്ന തൻ്റെ സാമീപ്യം പോലും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു ആളാണ് PKV. അദ്ദേഹം സഹിച്ചിട്ടുള്ള ആ ഒളിവിലെ ഓർമ്മകളും അതുപോലെ പിന്നെ ജയിൽവാസവും അതിനുശേഷം സ്വന്തം മൂത്ത മകളുടെ മരണത്തിന് പോലും അല്ലെങ്കിൽ ഒരു നോക്ക് മാത്രമേ പിന്നെ മകളെ കാണാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം മകളുടെ മരണത്തിന് പോലും എത്താൻ സാധിക്കാതെ വരിക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു വേദനാജനകമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും PKV ഉറച്ചു നിന്നത് സമത്വസുന്ദരമായ ഒരു നാടിൻ്റെ ഉയർച്ചയാണ്. അത് കേരളത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സാക്ഷാത്കാരമാണ് അല്ലേ? അതുകൊണ്ട് എന്തായാലും അച്ഛൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ മകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണനാളിൽ എന്താണ് നമ്മളുടെ മലയാളി സമൂഹം, ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അപ്പോൾ മലനാട് TV ഇന്നിവിടെ എന്നെ ക്ഷണിച്ചതിലും അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ എനിക്ക് തന്ന അവസരത്തിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. കൂടാതെ എന്നെ കേൾക്കുന്ന ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം എല്ലാ നന്മകളും സമൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു താല്പര്യത്തിലേക്ക് അദ്ദേഹത്തിനെ നയിച്ച ഒരു ലീഡറുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകിയ ഏതെങ്കിലും ഒരു മഹാരഥന്മാരുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ്റെ സീനിയറായിട്ടുള്ള നേതാക്കൾ അന്നത്തെ കാലത്ത് അച്ഛന് ആരുടെ ജീവിതമാണ് പ്രേരണയായത്? ഈ ഒരു അന്നത്തെ കാലത്ത് അച്ഛൻ്റെ സീനിയർ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു M.N. ഗോവിന്ദൻ നായർ, P. കൃഷ്ണപിള്ള, N.E. ബൽറാം, ഇങ്ങനെയുള്ള അച്ഛൻ്റെ സീനിയേഴ്സ്, അച്ഛൻ്റെ ഒപ്പം തന്നെ മുൻപും ഉണ്ടായിരുന്നവർ, അച്ഛനും മേനോനും എല്ലാവരും ഉണ്ട്. ഇവരും ഒക്കെ അച്ഛന് ഇവരൊക്കെ ഒരുമിച്ച് അച്ഛൻ അതിൻ്റെ താഴെ ജൂനിയറാണ് കുറച്ചും കൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അച്ഛൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചെറിയ പ്രായം അച്ഛന് 26 ജനിച്ച അച്ഛൻ ഒരു 5 വയസ്സുള്ളപ്പോഴാണ് അവിടെ അച്ഛൻ്റെ അമ്മ അമ്പലത്തിലോ എവിടെയെങ്കിലും കൈപിടിച്ച് പോകുമ്പോൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരുത്തണം, എനിക്ക് പഠിക്കാൻ അങ്ങനെയൊന്നുമല്ല, ആ ഒരു തരത്തിലായിരുന്നു എന്ന് അത് അച്ഛൻ അപ്പൂപ്പൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്. അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ 5 വയസ്സുള്ളപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എല്ലാവർക്കും ചിന്തകൾ അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഇറയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ജാതി മത ഉച്ചനീചത്വമുണ്ട്. അതിന്റെ ആ ചാതുർവർണ്ണത്തിന്റെ വേദന നല്ലപോലെ ഉണ്ടായിരുന്നു. മനുഷ്യന് കുഴിയിൽ ആഹാരം പകർന്നു നൽകുന്നത് അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. പിന്നെ അതിനുശേഷം ഒരു പലായനമായിരുന്നു വീട്ടിൽ നിന്ന് പലായനമായിരുന്നു. അങ്ങനെ ഒരു സാംസ്കാരിക തകർച്ച, മൂല്യച്യുതിയെ മാറ്റിയിട്ട് ഞാൻ തിരികെ വരുമെന്നാണ്. അതെ, അങ്ങനെയാണ് അനീതിക്ക് കത്തയച്ചു അച്ഛനെന്ന്. എല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു, ആളെ കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. അപ്പൂപ്പൻ തിരുവനന്തപുരത്ത് തപ്പി പോയിട്ടുണ്ട്, അന്ന് ഒളിവിലിരിക്കുന്നു. അങ്ങനെയൊക്കെ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ പോയില്ല. പാർട്ടിക്കാർ അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ പറഞ്ഞു പൊക്കോളൂ. ഇപ്പോൾ അച്ഛനെ എന്നിട്ട് അച്ഛൻ പഠിച്ച സ്കൂളിൽ പൂഞ്ഞാറ് SMV സ്കൂളിൽ അച്ഛൻ ഒരു അധ്യാപകനായി 3 മാസം അച്ഛനെ അവിടെ ജോലി കൊടുത്തു. ആ 3 മാസം കഴിഞ്ഞ് ഒരു രാത്രി അവിടെ നിന്ന് വിളി വന്നു തിരുവനന്തപുരത്ത് നിന്ന്. രാത്രി എങ്ങനെയാ പോയെന്ന് ചോദിച്ചാൽ തലയിൽ കറ്റിയൊക്കെ വെച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ നടന്നാണല്ലോ എന്നൊക്കെ പ്രവർത്തനങ്ങളും എല്ലാം നടന്ന് തിരിച്ച് സ്കൂളിൽ നിന്ന് പോയി എന്നുള്ളതാണ് അച്ഛൻ പഠിപ്പിച്ചു. പിന്നെ അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് ആ സ്കൂളിൽ ചെന്നു എപ്പോഴോ. അന്ന് ആ പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവരുടെ കോമ്പോസിഷൻ കൊണ്ടാണ് പോയെന്ന് ഞങ്ങളുടെ ബുക്ക് സാർ കൊണ്ടുപോയി. പ്രിയ സഖാവ് PKVയുടെ പ്രിയമകൾ
ശാരദാ മോഹനായിരുന്നു ഇത്രയും നേരം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ഈ ഓണനാളുകളിൽ നമുക്ക് മുമ്പിൽ അക്കമിട്ട് എഴുതി ചേർത്തത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നാണ്, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്നാണ്, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണമെന്നാണ്, വിശിഷ്യ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയായി തീരണമെന്നുള്ള ഒരു റോൾ മോഡലായിരുന്നു എൻ്റെ അച്ഛൻ എന്നാണ് മകൾ ആയിട്ടുള്ള ശാരദാ മോഹൻ നമ്മളോട് പറഞ്ഞത്. വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ശാരദാ മോഹൻ, അദ്ദേഹം വെട്ടിത്തെളിച്ച ആ പാതയിലൂടെ ഒരു തരത്തിലും തെറ്റാതെ കാലിടറാതെ സാമൂഹ്യമായിട്ടുള്ളൊരു നല്ല നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് നമ്മൾക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻ്റർവ്യൂ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിലെ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാ നമ്മളുടെ മലയാളികൾക്കും വളരെ വലിയൊരു പ്രചോദനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ ഈ ഓണത്തിൻ്റെ മധുര സ്മരണകളിൽ ചേർത്ത് വായിക്കാവുന്ന ഒരു ഏടിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോയത് PKV എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ജീവിത വൃത്തങ്ങളിലൂടെ അങ്ങനൊരു സുവർണ്ണ കാലഘട്ടം, അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളുടെ കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങൾക്കെതിരെ രാഷ്ട്രീയ ചാലകമായി നിന്ന ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രം നമുക്ക് കാണിച്ചു തന്നതാണ് ഈ എപ്പിസോഡ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയ മാനമാണ് മലനാട് TV നൽകുന്നത്. എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ ഓണമാഘോഷിക്കുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanad TV India.